ഇറാൻ തുർക്കിയെ ആക്രമിച്ചാൽ അമേരിക്കൻ സൈന്യം പിന്മാറേണ്ടി വരുമെന്ന് റജബ് തയ്യിബ് ഉർദുഗാൻ. മിഡിൽ ഈസ്റ്റ് കഴിഞ്ഞും ആക്രമം വ്യാപിപ്പിക്കുമെന്ന ഇറാന്റെ പ്രസ്താവനയോടനുബന്ധിച്ചാണ് തുർക്കിയുടെ ഒരു കണിശമായിരിക്കുന്ന പ്രതികരണം ഇപ്പോൾ വന്നത്. സർവ്വമേഖലയും നാശമുണ്ടാക്കുന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിൽ നീങ്ങണമെന്നോ എങ്ങനെയൊക്കെയാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് എന്നോ യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിന് അറിയില്ല. തോന്നുന്ന സമയത്ത് തോന്നുന്ന രീതിയിൽ ഒരു യുദ്ധം നയിച്ചുകൊണ്ട് ലോകത്താകമാനമുള്ള മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നും അതോടൊപ്പം തന്നെ തുർക്കിയെ 2 തവണ ഇറാൻ ഇതിനു മുൻപ് ആക്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം അമേരിക്ക തന്നെയാണ്. അത്തരമൊരു സംഭവം ഇനി ഉണ്ടായാൽ അമേരിക്കയുടെ സൈനിക ബേസ് പ്രവർത്തിക്കുന്നുണ്ട് തുർക്കിയിൽ. തങ്ങൾ സൈന്യത്തോട് പുറത്തു പോകാൻ വേണ്ടി പറയും എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഭീഷണിയൊക്കെയാണ് തുർക്കിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അമേരിക്കക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു സംഭവങ്ങളൊക്കെ അപൂർവമായിട്ട് മാത്രം ഉണ്ടാകുന്നതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന പ്രവർത്തനങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി അവർ ചെയ്യാറുണ്ട്. അതിന് വാക്കുമാറ്റങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഉണ്ടാവാറില്ല എന്നുള്ളത് ഭയപ്പെടുത്തുന്ന കാര്യമാണ്. 4-5 രാജ്യങ്ങളുടെ ലിസ്റ്റ് നിലവിൽ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്, സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും. അതിൽ ആദ്യത്തെ തുർക്കിയാണ്. പിന്നീട് സിറിയ വന്നിട്ടുണ്ട്, ഈജിപ്ത് വന്നിട്ടുണ്ട്, ജോർദാൻ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ തങ്ങൾ ആക്രമിക്കും എന്നാണ് പറഞ്ഞത്. അത് മിഡിൽ ഈസ്റ്റിൻ്റെ പുറത്തേക്ക് യുദ്ധം വ്യാപിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തങ്ങൾ നടത്തും എന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ അമേരിക്കയോട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നു, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. കാരണം മിഡിൽ ഈസ്റ്റിൻ്റെ ആന്തരികമായിരിക്കുന്ന അവസ്ഥകളൊക്കെ വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. പുറത്തുനിന്ന് കാണുന്ന അവസ്ഥയല്ല അകത്ത് നിലവിലുള്ളത്. അകത്തുള്ള സ്ഥിതികൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക രംഗത്തും സുരക്ഷാ രംഗത്തും വികസന രംഗത്തും എല്ലാം അത് സാരമായിട്ട് ഈ യുദ്ധത്തിൻ്റെ പരിണിത ഫലം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ മറ്റു രാജ്യത്തെ കൂടി ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ അമേരിക്കക്കുള്ള ഭയം തന്നെ ഇറാൻ ആക്രമിച്ചാൽ ഇതിൻ്റെ സ്ഥിതി അവസ്ഥകൾ എങ്ങോട്ടാണ് പോവുക, ഏത് തരത്തിലേക്കാണ് നീങ്ങുക എന്നതിനെക്കുറിച്ച് ഒരു വിവരവും യഥാർത്ഥത്തിലില്ല. ഇൻ്റലിജൻസ് വിവരങ്ങൾ പോലും വളരെ ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളിടത്താണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇൻ്റലിജൻസ് വിവരങ്ങൾ കൃത്യത അല്ലെങ്കിൽ പിന്നെ ഏതിനെയാണ് ആശ്രയിക്കുക എന്നുള്ളൊരു വിഷയം യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കക്ക് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. മൊസാദ് പറയുന്നതാണെങ്കിലും ഇസ്രായേൽ പറയുന്നതാണെങ്കിലും അമേരിക്കയുടെ ഇൻ്റലിജൻസ് ആണെങ്കിലും ഒന്നും ഒരു കൃത്യതയില്ല, ഒന്നിനും ഒരു രൂപവുമില്ല. ഈ തരത്തിലാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ്, ഈ യുദ്ധത്തിൻ്റെ പരിണത ഫലം ഭയാനകരമായിരിക്കും. ഇപ്പോൾ തന്നെ വലിയ സന്നാഹങ്ങളെല്ലാം ഇസ്രായേൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ഒരുക്കുന്നു. അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം ഇറാന് നേരെ നടത്തുക. ഇറാന് നേരെ ഇത്തരം ഒരു ആക്രമണം നടത്തിയതിന് ശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ യുദ്ധം പിന്മാറുക. അതായത് അവർ പരാജയപ്പെട്ടിട്ടുണ്ട്, അവർക്ക് പരമാവധി നാശങ്ങൾ ഉണ്ടാക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിന്മാറ്റം ഉണ്ടാക്കുക. ഇതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ തന്ത്രം. പക്ഷേ അതിന് പ്രതികരണം വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ IRGCയുടെ തലവൻ പ്രതികരിച്ചു, ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി പ്രതികരിച്ചു, പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പ്രതികരിച്ചു ഒരേ രീതിയിൽ. പിന്നീട് മുജ്തബ അലി ഖംനായുടെ പ്രതികരണങ്ങളും ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരികയും ചെയ്തു. തങ്ങളുടെ രാജ്യത്തേക്ക് ശത്രുവിൻ്റെ ഏത് തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാലും അത് യുദ്ധക്കുറ്റമായിട്ട് തന്നെ കണ്ട് കഠിനമായിരിക്കുന്ന ശിക്ഷ അവരെ അനുഭവിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ അതിന് പിറകെ തൊട്ട് പിറകെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എത്രത്തോളം കാഠിന്യമുള്ളതാണ്, എത്രത്തോളം ഭയാനകരമാണ് എന്നുള്ള കാര്യം അവർക്ക് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ എങ്ങനെ നീങ്ങണം എന്ന കാര്യത്തിൽ ഇപ്പോഴും അമേരിക്കക്ക് അഭിപ്രായ ഭിന്നതകളുണ്ട് എന്നതാണ്. സൈനികരെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം വിജയിക്കില്ലെന്ന് അവർ കൃത്യമായ രീതിയിൽ ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ലോകാടിസ്ഥാനത്തിൽ ട്രംപ് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയിൽ രാജ്യത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഈ സമയത്ത് സാധിച്ചിട്ടില്ലെങ്കിൽ, അഥവാ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടായാൽ പിന്നീട് ലോക രാജ്യങ്ങൾ അമേരിക്ക അംഗീകരിക്കാത്തൊരു സ്ഥിതി വരികയും അമേരിക്കക്കെതിരെ ചെറിയ രാജ്യങ്ങൾ പോലും, കൊച്ചു രാജ്യങ്ങൾ എന്നുള്ള പരാമർശം ഇതിൽ പറയുന്നുണ്ട്, ഏറ്റവും ചെറിയ രാജ്യങ്ങൾ പോലും പ്രതികരിക്കുന്നതിനടുത്തേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. ഇറാൻ വളരെ സിമ്പിളായ രീതിയിൽ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്നൊക്കെ പറഞ്ഞ് മാരകമായിരിക്കുന്ന യുദ്ധം ഇസ്രായേലും അമേരിക്കയും നടത്തിയിട്ടും എവിടെയും എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ സാധിക്കാത്തതിൻ്റെ നിരാശയും സാധിക്കാത്തതിൻ്റെ പ്രയാസവും യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ചുരുക്കമാണ്. ഇപ്പോൾ ഈ
ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ അമേരിക്കയെ ആക്രമിക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതൊരു സ്ഥിരീകരണ റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും 10,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ ഇറാൻ്റെ കൈവശത്തിലുണ്ട്. ഇറാനിൽ നിന്ന്, അതായത് ഇറാൻ്റെ തലസ്ഥാനമായ തെഹ്റാനിൽ നിന്ന് അമേരിക്കയുടെ തന്ത്രപ്രധാനമായിരിക്കുന്ന മിയാമി എന്ന് പറയുന്ന നഗരത്തേക്ക് 9,500 കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ആക്രമണം അങ്ങോട്ട് നടത്തിയാലും അത് പ്രതിഫലിക്കും. കാര്യം ഇസ്രായേലിൻ്റെ അകത്ത് കൃത്യതയോടുകൂടി ആക്രമണം നടത്തിക്കൊണ്ട് അവരുടെ കൃത്യമായിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന ലക്ഷ്യങ്ങളെ തകർക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. ഇതിനിടെ ട്രംപ് ഒരുപാട് ഓഫറുകൾ ചൈനക്ക് നൽകിയിരുന്നു. അതും പരാജയപ്പെട്ടതോടുകൂടിയാണ് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം ട്രംപിന് വന്നത്. ഇറാൻ നൽകുന്ന തരത്തിൽ തങ്ങൾ ഡീസൽ നൽകാം, അതായത് പെട്രോളിയം നൽകാം എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും അവർ പറഞ്ഞിരുന്ന കാര്യം. ഏറ്റവും കൂടുതൽ, അതായത് വിപണിയിൽ, അന്താരാഷ്ട്ര വിപണിയിലെ ഏറ്റവും ചെറിയ സംഖ്യക്കാണ് ഇറാൻ എന്ത് ചെയ്യുന്നത്, ചൈനക്ക് പെട്രോളിയം നൽകുന്നത്. അപ്പോൾ അതിന് പിടിച്ചുകൊണ്ട് അതിന് തത്തുല്യമായ രീതിയിൽ നൽകാൻ ഒരിക്കലും ആർക്ക് സാധിക്കുകയില്ല, അമേരിക്കയ്ക്ക് സാധിക്കുകയില്ല. അമേരിക്ക സംഗതി അവിടെ വലിയ പെട്രോളിയം സംവിധാന കാര്യങ്ങളൊക്കെ ഉള്ള രാജ്യമാണെങ്കിൽ പോലും ഈ തരത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സഹായിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇനി ഭാവിയിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന കാര്യം. ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ മടക്കയാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ചൈന ട്രംപിന് നൽകിയിട്ടുണ്ടെങ്കിലും ട്രംപ് അതൊന്നും സ്വീകരിച്ചിട്ടില്ല. അതായത് അവർ എയർപോർട്ടിൽ വെച്ച് തിരിച്ചു പോന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അതായത് ഇവിടെ ന്യൂയോർക്ക് എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് അത് സ്വീകരിക്കാത്ത രീതിയിൽ അത് അവിടെ ഒഴിവാക്കി പോന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ ഇതിനിടെ പുറത്തു വന്നതാണ്. കാര്യം ഒരു സന്തോഷകരമായിരിക്കുന്ന ഒരു മടക്കം ചൈന യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ്. ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എവിടെയെങ്കിലും ഒന്ന് എത്തിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമായിട്ടാണ് ഇപ്പം നിലനിൽക്കുന്നത്. അപ്പോൾ അതിന് ഇളവുകൾ നൽകി മറ്റുള്ള രാജ്യങ്ങൾക്ക്, റഷ്യക്കോ അല്ലെങ്കിൽ ചൈനക്കോ ഇളവുകൾ നൽകാൻ വേണ്ടിയിട്ട് അമേരിക്ക തയ്യാറാണ്. പക്ഷേ റഷ്യക്കും ചൈനക്കോ ഇളവുകൾ നൽകി എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം തീരുമോ? ഈ പ്രശ്നം തീരുകയില്ല. ഈ പ്രശ്നം തീരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇറാൻ ഇളവ് നൽകണം. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഹോർമസ് കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അത് അവർ വിട്ടുവീഴ്ച തയ്യാറല്ല. ആ കാര്യത്തിൽ അമേരിക്ക വിട്ടുവീഴ്ച തയ്യാറല്ല. രണ്ടാമത്തത് അവരുടെ സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അത് വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറല്ല, അത് വിട്ടുവീഴ്ചയ്ക്ക് അമേരിക്ക തയ്യാറല്ല. അടിസ്ഥാനപരമായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയത്തിലും ഒരേ നിലപാടുകൾ എടുക്കുന്ന സമയത്ത് ഈ പ്രശ്നം എവിടെയും എത്താതെ പോകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, അതൊരു സത്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് ഈ യുദ്ധത്തിന് ഒരു അവസാനമില്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ തുർക്കി പറഞ്ഞിരിക്കുന്നത്, തുർക്കി മാത്രമല്ല പറഞ്ഞത്, ഇപ്പോഴത്തെ ഓരോരോ റിപ്പോർട്ടുകളാണ് ഇനിയിപ്പോൾ പുറത്തു വരാൻ പോകുന്നത്. ഈജിപ്ത്, ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങൾ, ജോർദാനിലെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം തന്നെ ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പോൾ അവർ ഇപ്പം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ സ്ഥിരമായിരിക്കുന്ന വാസം, ജീവിതവാസം എന്നൊക്കെയാണ് അതിൻ്റെ പരാമർശം. ജീവിതവാസം അമേരിക്ക ജോർദാനിൽ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഘട്ടം ഘട്ടമായിട്ടെങ്കിലും ഇവിടെ നിന്ന് അമേരിക്കയുടെ സൈനികർ പിന്മാറണം എന്നുള്ള ഇറാഖ് എങ്ങനെയാണോ പറഞ്ഞത് ആ രീതിയിൽ ജോർദാനും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ അതൊന്നും ഒഫീഷ്യലായിട്ട് ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. കാര്യം യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഊരയിലാണ് ജോർദാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. കാരണം അമേരിക്കയുടെ നിലപാടിന് അപ്പുറം ഈ കാലം വരെ ജോർദാൻ സംസാരിച്ചിട്ടില്ല. ഏതൊരു വിഷയം ഉണ്ടാകുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ ഗസയിലെ പാലസ്തീനികളെ വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്നും അവിടേക്ക് തങ്ങൾ താമസം മാറ്റിപ്പിക്കും അല്ലെങ്കിൽ അങ്ങോട്ട് മാറണം എന്നും പറയപ്പെട്ടിരുന്നു. ആ പറയപ്പെട്ടതിനോടനുബന്ധിച്ച് ജോർദാൻ്റെ ഒരു പ്രതികരണം, ജോർദാൻ്റെ രാജാവ് പിന്നീട് അമേരിക്കയിൽ പോയിട്ട് പ്രസിഡന്റിനെ കാണുകയാണ് ചെയ്തത്. ഈജിപ്തിനും അതേ സംഭവം, ഈജിപ്തും ജോർദാനും ഏറ്റെടുക്കണമെന്നാണ് പറഞ്ഞത്. ഒഴിഞ്ഞു കിടക്കുന്ന മരുഭൂ പ്രദേശത്തേക്ക് അവരെ മാറ്റി സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, UN കൊടുക്കാനുള്ള സാമ്പത്തികപരമായിരിക്കുന്ന കടം എഴുതി തള്ളുകയോ അതല്ലെങ്കിൽ അതിനുള്ള സഹായം തങ്ങൾ നൽകുകയോ ചെയ്യും എന്നായിരുന്നു പറഞ്ഞു വെച്ചത്. അപ്പോൾ ആ കടബാധ്യതയേക്കാൾ വലിയ രീതിയിലുള്ള ബാധ്യതയായിട്ട് പാലസ്തീനികൾ മാറും. കാര്യം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട പാലസ്തീനികളെയാണ് എന്ത് ചെയ്യുന്നത്, കുടിയൊഴിപ്പിച്ചുകൊണ്ട് മറ്റൊരു മേഖലയ്ക്ക്, അവരുടെ ദേശം വിട്ടുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് പാർപ്പിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തങ്ങൾ അതിൽ ഒഴിവാക്കി തരണമെന്ന് ദയാപുരസ്കരം
ജോർദാൻ്റെ രാജാവ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഈജിപ്തും സമാനമായ രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളെ ഉടക്കാൻ പറ്റാത്തൊരു പരിസ്ഥിതി വന്ന സമയത്താണ് ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന്, ആ ഒരു രീതിയിൽ നിന്ന് ഏറെക്കുറെ ഇവർ മാറിയത് എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പം രണ്ടാമതും ആ വിഷയം തന്നെ പുനരിൽ വരികയാണ്. ഏതെങ്കിലും തരത്തിലൊരു വിജയം ഉണ്ടാവണം, ആർക്ക് അമേരിക്കക്ക് ഉണ്ടാവണം. ആ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന തിരക്കിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ഉള്ളത് എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ നിലനിൽക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അറേബ്യൻ രാജ്യങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഇനി മറ്റുള്ള രാജ്യങ്ങളുടെയും കൂടി വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജീവിതവും നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ അത് സാരമായിട്ട് ബാധിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ ട്രംപ് ഇപ്പോൾ ബ്രിട്ടനോട് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് എന്നതിനാൽ ഈ വിഷമഘട്ടത്തിൽ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കണം എന്നൊരു പ്രയോഗം അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതിനെന്നാൽ കൃത്യമായ രീതിയിലൊരു മറുപടി ഇവരുടെ ഭാഗത്ത് നിന്ന്, ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നും പറയപ്പെടുന്നു. അവർ പറയുന്ന കാര്യം തങ്ങളുടെ രാജ്യത്തിൻ്റെ നയങ്ങൾ നിലപാടുകളൊക്കെ തീരുമാനിക്കേണ്ടതൊക്കെ തങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ അമേരിക്ക ഇടപെട്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സങ്കീർണമായിരിക്കുന്ന ഒരു വൈകാരിക തലമാണ്. അതിൽ തല വെച്ച് കൊടുക്കാൻ ഞങ്ങളില്ല. അങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് തങ്ങൾക്കെതിരെ ഇറാൻ തിരിയും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ തിരിയും. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ അതിനെയും കൂടി പ്രതിരോധിക്കാൻ വേണ്ടി ബലവും ശക്തിയുമുള്ള ഒരു സൈനിക രാജ്യമായിട്ടല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇറാൻ ഈ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത്. കാരണം രണ്ടാം ലോക യുദ്ധത്തിലൊക്കെ ഏറെക്കുറെ കുറച്ചൊക്കെ ധൈര്യവും കുറച്ചൊക്കെ ശക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞതോടുകൂടി പിന്നെ സ്ഥിതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു. പിന്നീട് ഏറെക്കുറെ ഒറ്റപ്പെട്ടു പോകുന്ന രീതിയിലാണ്, ആ പരിസ്ഥിതിയിലാണ് കാര്യങ്ങൾ പോയത്. അപ്പോൾ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇപ്പോൾ ബ്രിട്ടനെ കാണുന്നൊന്നുമില്ല. അമേരിക്ക, റഷ്യ, ചൈന അങ്ങനെയാണത് പോകുന്നത്. ഏറ്റവും ഒടുവിലുണ്ടെങ്കിൽ മാത്രമേ ബ്രിട്ടൻ്റെ പേര് വരാറുള്ളൂ. അപ്പോൾ ആ സ്ഥിതി അല്ല വേണ്ടത്. സ്ഥിതികൾക്ക് മാറ്റം വേണം, അവസ്ഥകൾക്ക് മാറ്റം വേണം, രീതികൾക്ക് മാറ്റം വേണം എന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ബ്രിട്ടൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ നിലപാടിന് എതിരായിരുന്നു ഉണ്ടായിരുന്നത് ഈ ബ്രിട്ടൻ. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപടി അംഗീകരിക്കാനൊന്നും സാധിക്കുകയില്ല എന്നാണ് യഥാർത്ഥത്തിൽ അന്ന് പറഞ്ഞു വെച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ അമേരിക്ക ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിജയം കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വിജയം ഉണ്ടാകണം, ലോകത്തിന് മുമ്പിൽ തങ്ങളുടെ അഭിമാനം നഷ്ടപ്പെട്ടു പോകരുത് എന്നതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവരുടെ ലക്ഷ്യമായിട്ട് കാണുന്നത്, അമേരിക്കയുടെ ലക്ഷ്യമായിട്ട് കാണുന്നത്. അതിനെന്ത് ചെയ്യുന്നില്ല, അന്ന് എല്ലാ വിഭാഗങ്ങളും എല്ലാ രീതികളും ഏതൊക്കെ രീതിയിൽ പരിശോധിച്ചിട്ടും ആ കാര്യത്തോട് അടുക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം അറേബ്യൻ രാജ്യങ്ങൾ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അത് നിസ്സാരമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് നമുക്കൊരിക്കലും കാണാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.